ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും. ഇപ്പം നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയായിട്ട് എൻ്റെ ഫാമിലി എന്ന് പറയുമ്പം ഭാര്യയും മക്കളുമാണല്ലോ ആയിട്ട് ഞാൻ മൈഗ്രേറ്റ് ചെയ്തു. നാട്ടിലെ പാവപ്പെട്ട പേരൻസ് അങ്ങനെയാണല്ലോ ഇപ്പം കേരളം വൃദ്ധന്മാരുടെ നാടായി മാറുന്നു എന്നാണ് അതെ അതെ എല്ലാവരും അതെ പറയുന്നത്. അതെ കാരണം യങ്സ്റ്റേഴ്സ് എല്ലാം ഈ പറഞ്ഞ പല രാജ്യങ്ങളിലും യങ്സ്റ്റേഴ്സ് വേണം. നമ്മൾ ഇന്ത്യയിൽ പിന്നെ ഇഷ്ടം പോലെ യങ്സ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് കഴിവുള്ള യങ്സ്റ്റേഴ്സിനെയൊക്കെ ഇങ്ങനെ പല രാജ്യങ്ങളും ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പല വാഗ്ദാനങ്ങൾ നൽകി. അപ്പോൾ അങ്ങനെ കേരളം ഒരു എന്താ പറയുക വൃദ്ധന്മാരുടെ ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ റീമൈഗ്രേഷൻ അതേപോലെ നടക്കുന്നുണ്ട്. പോയവരൊക്കെ പല ആൾക്കാർ തിരിച്ചു വരുന്നവരുണ്ട്. പിന്നെ അങ്ങനെ അതും പോട്ടെ, അത് നമ്മുടെ ടോപ്പിക്കല്ല. അപ്പോൾ ഈ പാരൻസ് ഇപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വലുതാണ് എല്ലാവർക്കും. ഇവർക്കത് ഫാമിലിയായിട്ട് കൂട്ടുന്നില്ലെങ്കിൽ നമുക്ക് എൻ്റെ അച്ഛനും അമ്മയെ നോക്കേണ്ടത് ഞാനാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയെ എനിക്ക് നാട്ടിൽ നിർത്താതെ എനിക്ക് അവരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ കൂടെ നിർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്. നമുക്ക് പേരൻസ് മൈഗ്രേഷൻ ഉണ്ട്. പേരൻസ് മൈഗ്രേഷൻ എഗെയിൻ എല്ലാത്തിനും നമുക്ക് ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മുടെ പേരൻസിനെ പെർമനൻ്റ് ആയിട്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നമ്മൾ ചില റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ തന്നെ പെർമനൻറ്റ് റെസിഡൻ്റ് ആയിരിക്കണം, നമ്മൾ ഇത്ര കാലം ഓസ്ട്രേലിയയിൽ ഉണ്ടാവണം. പിന്നെ ബാലൻസ് ഓഫ് ഫാമിലി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ലീഗലി പറയുവാണെങ്കിൽ അങ്ങനെയാണ് അതിനെ പറയുക. അതായത് 50% കുട്ടികൾ ഓസ്ട്രേലിയൻ പെർമനൻറ്റ് റെസിഡൻറ്റോ സിറ്റിസണോ ആയിരിക്കണം. ഇപ്പം 3 കുട്ടികളാണെങ്കിൽ അതിൽ ഒരാൾ മാത്രമേ ഓസ്ട്രേലിയയിൽ വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ പേരൻസ് ഡയറക്റ്റായിട്ട് പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ റെഡി, അവർ എലിജിബിൾ അല്ല. ഇനി 2 കുട്ടികളെ ഉള്ളെങ്കിൽ ഒരാൾ ഇവിടെ ആണെങ്കിൽ, അതായത് ഉള്ള കുട്ടികളിൽ 50% നമുക്ക് ഓസ്ട്രേലിയൻ പെർമനൻറ്റ് റെസിഡൻ്റ് ആയിരിക്കണം, അല്ലെ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളൊരു റൂളുണ്ട്. ഇനി അല്ലാത്തവരെന്ത് ചെയ്യും? അല്ലേ, ഇതിപ്പോൾ 3 കുട്ടികളാണ്, അതിൽ ഒരാൾ ആണ് ഓസ്ട്രേലിയയിലുള്ളത്, അവരാണ് നോക്കേണ്ടത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 വർഷത്തേക്ക് വരെയുള്ള നമുക്ക് ടെമ്പററി പേരൻറ്റ് വിസയുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഓസ്ട്രേലിയയിൽ പേരൻസിന് വരികയും 10 വർഷം വരെ നിൽക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പേരൻസിനെ ഓസ്ട്രേലിയയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേരൻസിൻ്റെ കൂടെ ഓസ്ട്രേലിയയിൽ നിൽക്കാനായിട്ട് സാധിക്കും. പക്ഷെ അവർക്ക് വേറെ ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, അവരുടെ ഹെൽത്ത് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കേണ്ടി വരും. അതെ, നമ്മൾ ഈ പേരൻസിന് പെർമനൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് എല്ലാ ഹെൽത്ത് ബെനിഫിറ്റ്സും എല്ലാം ഉണ്ട്. പക്ഷേ ടെമ്പററി വിസയിൽ വരുന്നവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ പെർമനൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവരതിൻ്റെ മെഡിക്കൽ ചെക്കപ്പും ടെസ്റ്റുകളെല്ലാം നടത്തിയിട്ടാണോ വിസ കൊടുക്കുന്നത്? വിസ കിട്ടാനായിട്ട് പേരൻസിന് മാത്രമല്ല എല്ലാവർക്കും ഹെൽത്ത് അസസ്മെൻ്റ് ഉണ്ട്. ഓക്കെ. എന്തെങ്കിലും മേജർ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതായത് ഓസ്ട്രേലിയക്ക് അടുത്ത 10 വർഷത്തേക്കുള്ള ഹെൽത്തിൽ എത്ര എമൗണ്ട് ഓഫ് മണി ചിലവാകും എന്ന് പറയും. പല പല മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അത് നോക്കിയതിന് ശേഷമേ പെർമനൻറ്റ് റെസിഡൻസി കൊടുക്കുന്നുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്ലൈ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ പെർമനൻറ്റ് റെസിഡൻസി കിട്ടിയില്ല എന്ന് വരും. അങ്ങനത്തെ ഒരു ഇത് അല്ലേ? ഓക്കെ.